ബൈബിൾ ഇൻസൈറ്റ് കൊസ്റ്റാൻസ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ തിരുവെഴുത്തുകളെ ശ്രദ്ധയോടെ വായിക്കുന്ന ദൈവമക്കളുടെ മനസ്സിൽ ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും തിരുവചനത്തെ പൊരുൾ തിരിച്ച് ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ചില മാസങ്ങളായി ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇതിനോടകം പ്രേക്ഷകരിൽ നിന്നുള്ള അനേകം ചോദ്യങ്ങൾക്ക് വ്യക്തവും തൃപ്തികരമായ മറുപടി നൽകുവാൻ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സാറിൽ കൂടി സാധിച്ചു. ഇന്നത്തെ സെഷനിലും നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയുവാനായി മാന്യ കത്രിദാസൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. താങ്ക് യു സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം 2 തിമോഥെയോസ് 4-ാം അധ്യായം 6-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ പാനീയയാഗം അഥവാ ഡ്രിങ്ക് ഓഫറിംഗ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗുഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ആ ചോദ്യകർത്താവിനോടുള്ള ഹൃദയംഗമായ നന്ദി. ഇനി നമുക്ക് ആൻസർ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ഞാൻ എൻ്റെ 100% ശ്രമിച്ചാലും ആൻസർ നമ്മുടെ കേൾവിക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ലഭിക്കണമെന്നില്ല. അതിൻ്റെ റീസൺ അത്രേ ഉള്ളൂ. ഈ ചോദ്യകർത്താവ് നിൽക്കുന്ന ഒരു തലമുണ്ട്. ആ തലത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരിക്കലും ഇതിൻ്റെ ആൻസർ പൊരുൾ തിരിഞ്ഞു കിട്ടത്തില്ല. നമുക്കതിനെ ഒരു ഇന്റലക്ച്വൽ ഹൈറലം എന്ന് പറയാം, അല്ലെ ബിബ്ലിക്കൽ നോളജിന്റെ ഹൈറലം എന്ന് പറയാം. ഹൈറലത്തിലേക്ക് വരുമ്പോൾ മാത്രം പൊരുൾ തിരിയുന്നതായ ചില ചോദ്യങ്ങളുണ്ട്. അങ്ങനൊരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്. സോ the person who asked the question should have the mentality of coming up towards a higher realm of being able to understand what I am going to say. ഇനി വേറൊരു കാര്യം, കേൾവിക്കാരിൽ ഒത്തിരി പേർക്കും ഈ ഇന്റലക്ച്വൽ ഹൈഗ്രൗണ്ട് ബിബ്ലിക്കൽ നോളജിൽ ഒരു ഇന്റലക്ച്വൽ ഹൈഗ്രൗണ്ട് ഉണ്ടെന്നും ആ ഇന്റലക്ച്വൽ ഹൈഗ്രൗണ്ടിൽ വന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്നുള്ള സത്യം അറിയത്തില്ല. അവര് പെട്ടെന്ന് പറയുന്നത് ബാബു ജോൺ ദുരുപദേശം പറയുന്നു. ഒന്നാമത്തത്, ഇതിന്റെ ആൻസർ ഡോക്ടറിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അപ്പം പിന്നെ ബാബു ജോൺ ദുരുപദേശം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്കത് മനസ്സിലായില്ല, പോയി അകത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, തിരുവഴുത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് ജ്ഞാനിയായിരുന്ന ശലോമോൻ വരെ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ അകത്ത് പോയി പ്രാർത്ഥിക്കാമെന്നുണ്ടെങ്കിൽ വല്ല ഗതി ഉണ്ടായിരിക്കും. അത് ഞാനൊരു അഡ്വാൻസ് വാണിംഗ് തരികയാണ് ഇതിൻ്റെ ആൻസറിൽ. ഒന്ന്, പൗലോസാണ് ഇതിൻ്റെ ആൻസർ പറയുന്ന ആള്. ഈ ആൻസർ പറയുമ്പോൾ പോൾ ദ മാൻ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 2, the circumstances in which he is as he is answering it. And the 3rd, what is the background against which he is saying it? And the 4th, what do these words mean in the context? ഈ കോണ്ടെക്സ്റ്റിൽ ഇതിൻ്റെ ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താ? ഇത്രയാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആംഗിൾസ്. നമ്മൾ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു പോൾ ദ മാൻ. Paul the man, a person who is saturated in the Old Testament. Or I should say pickled in the Old Testament. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ അകത്ത് പിക്കിൾഡ് ആണ് ഈ മനുഷ്യൻ. ഈ പോകുന്ന പോക്കില് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും.
തൊടുകുറിയായിട്ട് ഇങ്ങനെ പോകുന്ന പോക്കരെന്ന് പറയുന്നതാണ്. ഉം, ഉം, പക്ഷെങ്കിൽ അത് എത്രയോ അർത്ഥവ്യാപ്തി ഉള്ളതാണെന്ന് ഉം, വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. ഉം, ഉം, ഇപ്പം കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയാം, 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഉം, നമുക്കും ഒരു പെസഹ പെരുന്നാളുണ്ട്. ഉം, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു തന്നെ. ഉം, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു തന്നെ ഉം, എന്ന് പറയുമ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് സഭ എങ്ങനെയാണ് പെസഹ ആചരിക്കുന്നത്, ഈസ്റ്റർ ആചരിക്കുന്നത്? ഉം, ന്യൂ ടെസ്റ്റ്മെന്റ് സഭ ഈസ്റ്റർ ആചരിക്കണം പോലീസ് പറഞ്ഞു അവിടെ അല്ലേ. അതെ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കും ഓൾറെഡി ഉം, ക്രിസ്തു തന്നെ. അതുകൊണ്ട് നിങ്ങൾ പെസഹ ആചരിക്കണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ആചരിക്കണം എന്ന് താഴെ പറഞ്ഞിരിക്കുക. ഉം, നമുക്ക് പിടികിട്ടുന്നില്ല. ഉം, അപ്പൊ ഇതാണ് പൗലോസ് എന്ന മാൻ ഹു ഈസ് സാച്ചുറേറ്റഡ് ഉം, ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഉം, മാൻ ഹു ഈസ് സാച്ചുറേറ്റഡ് ഇൻ ദി ഓൾഡ്. അപ്പം അദ്ദേഹം ഈ ഡെലിബറേറ്റ് ആയിട്ടാണോ അതോ ഈ പറയുമ്പോൾ ഈ വരുന്നോ നമുക്കറിയത്തില്ല. അതെ, അതെ. സോ മെനി ഡീപ് ടച്ചസ് ആൻഡ് റെഫറൻസ് ഉം, ആൻഡ് അലൂഷൻസ് ടു ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഉം, സോ ദാറ്റ് ഈസ് പോൾ ദ മാൻ. അപ്പോൾ ഉം, ഇദ്ദേഹത്തിൽ നിന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റുമായിട്ട് റെഫർ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഇദ്ദേഹം പറയുന്നില്ല. ഉം, And his knowledge of the Old Testament is far deeper than that of many other apostles of the time, maybe other than Apostle James. ഉം, ഉം. Yeah. ഒരുപക്ഷെ ഇദ്ദേഹത്തോട് തുല്യമായി ഓൾഡ് ടെസ്റ്റ്മെന്റ് അറിയാവുന്ന ആരെങ്കിലും അപ്പോസ്റ്റലന്മാരിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ യാക്കോബാണ്. യാക്കോബ് അപ്പോസ്തലൻ. ഉം, വേറെ ആരും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഉം, ഉം, So Paul the man is the first thing to understand. And second, where is he now? ഉം, He is now in the Roman prison. ഉം. പ്രിസൺ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, കണ്ടം സെല്ലിലാണ്. ഓക്കെ. ഉം. എന്ന് പറഞ്ഞാല് മരണവിധിക്ക്. മരണശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുക. ഉം, അതിന്റെ ക്യൂ ഇങ്ങനെ നിൽക്കുക. പുള്ളിയുടെ ക്യൂ വരുന്നതിന് അവർ വിളിച്ചോണ്ട് പോയി കഴുത്താർത്ത് കൊന്നിട്ട് ഫ്രീ ആയിട്ട് വിടും. അവർ ചെറിയ പാർട്ട് മാത്രമേ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ കണ്ടിക്കാൻ, പിന്നെ ഫ്രീ ആയിട്ട് വിടും. ഈസ് ഇൻ ദ കണ്ടം സെൽ. ഉം, There are not many more days ahead of him. yeah. And what happened behind it? ഉം, What happened behind it? ഇപ്പം കുറേ ശുശ്രൂഷകൾ ബാക്കി കിടക്കുന്നു. ഉം, കിടക്കുന്ന പറയുമ്പം എഫെസോസ് ചർച്ചിൽ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ. ആ ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യണം. ഉം, ആ ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി തിമോത്തിയോസിനെ അവിടെ കൊണ്ട് വിടാൻ പോവാ. ഉം, ഇതുപോലെ മാസിഡോണിയൻ ചർച്ചസിൽ ഇഷ്യൂസ് ഉണ്ട്. ഉം, മാസിഡോണിയൻ ചർച്ചസിലെ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി തീത്തോസിനെ വിടാൻ പോവാ. ഉം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് ഉം, നമ്മുടെ ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഇമാജിനേഷൻ ഞാൻ പറയുകയാണെങ്കിൽ, ഉം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മുറ്റത്ത് എന്താ കൈ കഴുകുന്നു. മുറ്റത്ത് ഇങ്ങനെ ഒരു ആ, കൈ കഴുകാൻ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ വെച്ചിരിക്കുമല്ലോ ഉം, മുറ്റത്തോട് ചേർന്ന്. ഇതുപോലെ കൈ കഴുകാൻ വെള്ളം വെച്ചിരിക്കാൻ തോന്നുന്ന കൈ കഴുകുമ്പോൾ കണ്ടു നിൽക്കുന്നു റോമൻ പട്ടാളക്കാർ മുന്നിൽ ഉം, പിടിച്ചു. അപ്പോൾ ഒരിക്കലും തന്നെ ഒറ്റിക്കൊടുക്കത്തില്ലെന്ന് താൻ പ്രതീക്ഷിച്ചതായ തൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ. ഉം, നമുക്ക് 2 തിമോത്തിയോസ് പഠിപ്പിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഉം, നമുക്ക് 2 ഉം. തിമോത്തിയോസിൽ ഇപ്പം നിന്ന് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ആൻസർ തരത്തില്ല. ഓക്കെ, ഓക്കെ. ഉം, ഒരിക്കലും തന്നെ ഒറ്റിക്കൊടുക്കത്തില്ല എന്ന് താൻ വിചാരിച്ച തൻ്റെ ഹിസ് ഓൺ ഡിസൈപ്പിൾസിൽ ഒരാൾ ഉം. യൂദ കർത്താവിന് ഒറ്റിക്കൊടുത്തതുപോലെ തന്നെയും ഒറ്റിക്കൊടുത്തു. ഒറ്റിക്കൊടുക്കുക.
അപ്പോൾ ആ നിൽക്കുന്ന തുണിയോടെ അവർ കൊണ്ടുപോവുക. ഉം. ഉം. അകത്ത് പോകാനോ ഡ്രസ് ചേഞ്ച് ചെയ്യാനോ എസെൻഷ്യൽസ് എടുക്കുന്നതിനോ ഒന്നിനും ഒന്നും സമയം. സൗകര്യമില്ല. അപ്പോൾ ഈ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് തിമോത്തിയോസ് അകത്തുനിന്ന് വരുന്നു. ഉം. അവൻ വാ വിട്ട് കരയുന്നു. ഉം. ആ പോകുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നു, തിമോത്തിയോസ് കരയുന്നു. കരയുന്ന തിമോത്തിയോസിനെയാണ് കാണുന്നത്. ഉം. അത് മാത്രമേ ഓർമ്മയിലുള്ളൂ. അപ്പോൾ ഈ ഓർമ്മയുമായിട്ടാണ് റോമിൽ പോകുന്നത്. ഉം. തിമോത്തിയോസ് ലേഖനം എഴുതുമ്പം ഐ ഉം. സ്റ്റിൽ റിമെമ്പർ യുവർ ക്രൈ, ഉം. നിന്റെ കരച്ചിലാ എൻ്റെ കൺമുൻപിൽ. നിറഞ്ഞിരിക്കുന്നു പറയുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മാൻ ആൻഡ് ദ സർക്കംസ്റ്റാൻസസ് ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട്. ഉം. ഇനി ലേഖനം എഴുതുക. ഉം. പെട്ടെന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ഒരു അലൂഷനിലേക്ക് പോയി. ഉം. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ അലൂഷനിലെ പാനീയാഗങ്ങളുണ്ട്, ഉം. ഡ്രിങ്ക് ഓഫറിങ്സ്. Drink of it. Yeah. ഡ്രിങ്ക് ഓഫറിങ്സിൽ ഒന്ന് വൈൻ, പിന്നെ ഈ പുളിപ്പില്ലാത്ത അപ്പം, ഉം. അതുകൊണ്ടുള്ള പുളിപ്പില്ലാത്ത മാവ് കൊണ്ടുള്ള അപ്പം, വടകൾ, ആ. ഇതൊക്കെ ഓഫർ ചെയ്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വൈൻ ഒഴിക്കും. ദാറ്റ്സ് എ ലാസ്റ്റ്. ഉം. പാനീയാഗത്തിൻ്റെ രീതിയാണ്. ഇനിയും ഈ ബ്ലഡ് ലിബേഷൻ എന്ന സംഗതിയുണ്ട്. ഉം. രക്തമൊഴിക്കുക. ഉം. ഒരാള് പിന്നെ കഴിക്കുന്ന യാഗത്തിനോട് ഉം. വേറൊരാൾ കൂടെ ഒരു ആനിമലിനെ അതുപോലെ കൊന്ന് അതിൻ്റെ ബ്ലഡ് ആഡ് ചെയ്യാൻ കഴിയും. ഉം. ഓക്കെ. ഇതിനെപ്പറ്റി ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഉം. നിങ്ങളുടെ സുവിശേഷ ഘോഷണമെന്ന ഈ വലിയ അധ്വാനത്തിൽ, യാഗത്തിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ ഞാൻ. ഉം. ഐ എം ഗ്ലാഡ്. അപ്പം ആ ഡ്രിങ്ക് ഓഫറിങ്ങിൽ ആ ഡ്രിങ്ക് ഒഴിക്കുന്നത് ലാസ്റ്റ് കാര്യമാണ്. ഉം. ഒരു 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 ലൈഫ് സ്പാൻ മുഴുവൻ ഞാൻ സുവിശേഷമായിട്ട് ഓടി. ഉം. ആൻഡ് വാട്ട് ഈസ് റിമൈനിങ് നൗ? എ ഫ്യൂ മോർ ഡേയ്സ്. ഉം. മുന്നിലൊരു ഫ്യൂ മോർ ഡേയ്സ് ഉണ്ട്. ഉം. ആൻഡ് വാട്ട് am I trying to do? ഉം. I'm pressing on. ഉം. ഇനിയിപ്പം ഏതായാലും നമ്മളെ തല്ലി കൊല്ലും എന്നാ ഇവിടെ ചുമ്മാ ഇരിക്കാന്നല്ല, ലാസ്റ്റ് മൊമെന്റ് വരെ പ്രസ് ഓൺ ചെയ്യാണ്. ഉം. ആ പ്രസ് ഓൺ ചെയ്യുന്നത് പല രീതിയിലാണ്. ഉം. ഒന്ന്, വീണ്ടും ലേഖനം എഴുതുക. അതുകൊണ്ട് 2 തിമോത്തിയോസ് ലേഖനം നിലവിൽ വരുന്നത്. ഉം. 2, സകല സഭകളെ പറ്റിയുള്ള ചിന്താഭാരം, ഉം. പ്രാർത്ഥന, അത് മുടക്കിട്ട് ഞാൻ എങ്ങനെയും പോട്ടെ, ഞാനേലും മരിക്കാൻ ഇനിയുമാരുടെ കാര്യം എനിക്ക് അറിയേണ്ടതെന്നല്ല. സകല സഭകളെ പറ്റിയുള്ള ചിന്താഭാരമുണ്ട്. സോ ഈസ് പ്രസിംഗ് ഓൺ. ഉം. ആൻഡ് തേർഡ്, ഈ പൗലോസിന്റെ കാരാഗ്രഹവാസമാണ് ഉം. ഈ കായ്സറിന്റെ അരമനയ്ക്കകത്ത് സഭയുണ്ടാകാൻ കാരണം. ഉം. കാരണം റോം കണ്ടംസിൽ ഇടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഉം. ദ വേഴ്സ്റ്റ് എവർ പോസിബിൾ ക്രിമിനൽസ് ആണ്. ഉം. അത്ര ക്രൂരന്മാരായ ക്രിമിനൽസിനെ റോം തലവെട്ടാൻ വേണ്ടി ഇടുന്നത്. ഉം. അവരുടെ കൂട്ടത്തിൽ കിടക്കുക ഈ പൗലോസ്. ആൻഡ് ബൈ ഹിസ് ലുക്ക് എവറി റോമൻ സോൾജിയർ ഈസ് കൺവേർട്ടഡ്. ഉം. ഉം. അയാളുടെ അടുത്ത് വന്നാൽ റോമൻ സോൾജിയർ കൺവേർട്ടഡ് ആയി പോകും, മാനസാന്തരപ്പെടുക. ഉം. മനസ്സാന്തരപ്പെട്ടു പോകും. അപ്പം ഇപ്പോഴും ഈ കൺവേർഷൻ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുക. ഉം. മാനസാന്തരപ്പെടുത്തുന്ന മറ്റുള്ളവരെ കൺവേർട്ട് ചെയ്യുന്ന വർക്ക് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. ഏതുവരെ? ടു ദ ലാസ്റ്റ് പോയിന്റ്, Yes. when my blood would be shed,
എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ. My blood should be red. അല്ലേ? അപ്പം ഒരു കുറ്റിയെ കൊണ്ട് തല കഴിച്ചിട്ട് ഒറ്റ വെട്ട. അപ്പം അതിനെപ്പറ്റി എന്താ പറയേണ്ടത്? That's going to be a sweet smelling offer to the Lord God. ദൈവത്തിന് ഒരു പാനീയാകം പോലെ ഞാൻ ഒഴിക്കപ്പെടുക, പ്രസാദകരമാകാൻ പോവുക. ഇത്തരം കാര്യങ്ങളാണ് അതിൽ നമുക്ക് ചുരുക്കമായിട്ട് മനസ്സിലാക്കാനുള്ളത്. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. വെൽക്കം. അടുത്ത ചോദ്യം, സങ്കീർത്തനം 45:12 ഇംഗ്ലീഷ് പ്രകാരം എഴുതിയിരിക്കുന്നു, ആൻഡ് ദ ഡോട്ടേഴ്സ് ഓഫ് ടയർ ഷാൽ ബി there with a gift, even the rich among the people shall entreat thy favor. സോർ നിവാസികൾ, ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. ഈ വാക്യം ഇംഗ്ലീഷിലും മലയാളത്തിലും അർത്ഥവ്യത്യാസം ഉള്ളതായി കാണുന്നു. ഹീബ്രുവിൽ ഇത് എങ്ങനെയാണ്? ഡോട്ടർ ഓഫ് ടയർ ഷാൽ ബി there with a gift. What is the meaning of it? ഇതാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. മലയാളം സോർ നിവാസികൾ ജനത്തിന്റെ പ്രഭുക്കന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. പകുതി ശരിയാ. ഇനിയും ഡോട്ടേഴ്സ് ഓഫ് ടയർ ഷാൽ ബി there with a gift എന്ന് ഇംഗ്ലീഷുകാരൻ പറഞ്ഞ് പുള്ളിയും പകുതി ശരിയാ. അവന് നമുക്ക് മുഴുവൻ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ശരിയാക്കണ്ടേ നമുക്ക്? ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ഹീബ്രു ഒറിജിൻ. അത് ചോദ്യകർത്താവ് ചെറു ബുദ്ധിയുള്ള ആളായിട്ടോ ഉണ്ടാകുന്ന ഈ ഹീബ്രു ഒറിജിൻ കയറി ചോദിച്ചത്. അല്ലെ പിന്നെ അങ്ങോട്ട് കയറി പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ആദ്യം ഈ 45 സങ്കീർത്തനത്തിന്റെ ഒരു വല്ലാത്ത കോണ്ടെക്സ്റ്റാണ്. നമ്മൾ പല പ്രാവശ്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ശലോമോനുമായിട്ട് കല്യാണം കഴിക്കുന്നതിന് വേണ്ടി ഈജിപ്തിലെ രാജാവിന്റെ മോൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു സമ്മർ ഹൗസിൽ താമസിപ്പിച്ചിരിക്കുക. അപ്പം ഈ പെണ്ണാപ്പാട് പേരുണ്ടിരിക്കുക. മാവിനെന്ന് പറഞ്ഞാൽ അത്ര മനസ്സിലാകത്തില്ല. അവിടെ മലബാറിലൊക്കെ ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും. അവിടെ 8ലും 9ലൊക്കെ പഠിക്കുന്ന കൊച്ചു പെൺപിള്ളാരെ ഈ അറബി വന്ന് കെട്ടിക്കൊണ്ടുപോകും. അറബി വന്ന് കെട്ടിക്കൊണ്ടുപോകും. പെണ്ണ് പള്ളിക്കൂടത്തിൽ കഴിഞ്ഞ് പിള്ളേരുമായിട്ട് പുസ്തകമൊക്കെ തോളത്തിട്ട് പ്രധാന പഞ്ചിക്ക് വരുമ്പോഴായിരിക്കും വീട്ടിൽ വന്ന് കയറുമ്പോൾ വലിയ ഒരു മർത്താൻ വരെ അച്ഛനെ പോലെ ഒരുത്തന്നിരിക്കുന്നു. പറയുന്നത് പെണ്ണ് മനസ്സിലാകുന്ന ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ ഇടനിലക്കാരനാണെന്ന് മനസ്സിലായി. പെണ്ണോട് പിന്നെ പറയും നാളെ മുതൽ പള്ളിക്കൂടത്തിൽ പോകണ്ടെന്നാ. പിറ്റേ ദിവസം ഇവൻ്റെ കൂടെ കെട്ടിച്ചു വിടുക. ഈ പെണ്ണിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. എന്ന് പറയും പോലെ വരണ്ടിരിക്കുക ഈ പെണ്ണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. രാജാവിന്റെ മകൾ. ഭാഷ അറിയത്തില്ല, റിലിജൻ അറിയത്തില്ല, കൾച്ചർ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ചിലവൻ രാജാവെന്നറിയാം, അത്ര കാര്യത്തുള്ളൂ. നല്ല മിടുക്കനൊക്കെ ആയിരിക്കും, നല്ല സ്മാർട്ടാ, അത്ര കാര്യത്തുള്ളൂ. ഈ പെണ്ണിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പാട്ടാണ് 45 സങ്കീർത്തനം എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ കല്യാണങ്ങൾക്ക് ഒരു കാരണവശാലും വായിക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ. അപ്പം ഇനി വരാം. എന്താ പറയാ, സോർ നിവാസികൾ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ അതിരും കഴിഞ്ഞ് അപ്പുറത്ത് പോകണം. നോർത്തേൺ എൻഡാണ്. അവിടെ വലിയ റിച്ചായ ആളുകളുണ്ട്. അവരിൽ ചിലര് അവരുടെ പെൺമക്കളുമായി നിന്നെ കാണാൻ വരും. അങ്ങനെയാണ്. അവിടുത്തെ ധനികന്മാര് അവരുടെ പെൺമക്കളുമായി നിന്നെ കാണാൻ വരും. സോറിലെ ധനികന്മാരെ ആളുകൾ അവരുടെ പെൺപിള്ളേരുമായിട്ട് നിന്നെ കാണാൻ വരും. ആ പെൺപിള്ളേരുടെ കയ്യിൽ എന്തുകൊണ്ടായിരിക്കും?
നിനക്ക് തരാനുള്ള ചില നേർച്ച കാഴ്ചകളുണ്ടായിരിക്കും. ഗിഫ്റ്റ്. ആ. അത് ഗിഫ്റ്റായിട്ട് തരുന്നതിന് പകരം മിൻഹാഹായിട്ട്, മിൻഹാഹ് എന്ന് പറയുമ്പം ഒരു യാഗവസ്തു പോലെ, ഉം. അതായത് നിന്റെ മുഖപ്രസാദം തേടുന്നതിന് വേണ്ടി, നമ്മൾ ദൈവപ്രസാദം തേടുന്നതിന് വേണ്ടി ദൈവത്തിന് യാഗം കഴിക്കുന്നത് പോലെ ആഴ്ചയായിട്ട് കൊണ്ടുവരുന്നു. നിന്നെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി നിനക്ക് യാഗവസ്തുക്കളുമായിട്ട്, സൂറിലെ. എന്ന് പറഞ്ഞാൽ നിന്നെ ഒരു ദേവതയെ പോലെ കാണുന്നു. യു വിൽ ബി ട്രീറ്റഡ് ആസ് എ ഗോഡസ്. ദൈവത്തിനല്ലയോ നമ്മൾ ബലി കഴിക്കുന്നത്, യാഗം കഴിക്കുന്നത്. അതുപോലെ വലിയ വലിയൊരു യാഗവസ്തുക്കളുമായിട്ട് നിന്നെ കാണാൻ സോറിലുള്ള പ്രഭുക്കന്മാർ ധനികരും അവരുടെ പെൺമക്കളും കൂടെ വരും. ഇങ്ങനെയാണ് ഒറിജിനൽ ഹീബ്രുവിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ട്രാൻസ്ലേഷനില് രണ്ട് ഭാഷയിലും വന്ന് അത് എനിക്ക് ശരിക്കും എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല. അതെ അതെ. ഇംഗ്ലീഷുകാരെന്തിനാ ഈ പിന്നെ ഈ ധനികന്മാരെ വെട്ടിച്ചിട്ട് പെമ്മക്കളെ മാത്രം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ. അത് ഒരു ബ്രിട്ടീഷ് കൾച്ചറുമായിട്ട് ആഡ് ചെയ്താണോ എന്നുള്ളത് അറിയത്തില്ല. അതെ വി ഹാവ് നോ ക്ലൂ. പിന്നെ മലയാളി വന്നപ്പം സായിപ്പ് അങ്ങനെ പറഞ്ഞു. പക്ഷെ ധനിയന്മാരെ കൊണ്ട് വായിച്ചിട്ടുണ്ട്. അതെ. ജനത്തിലെ കാര്യം ധനവാന്മാർ. ഈ പെമ്പിള്ളാരൊക്കെ ദൂരെ യാത്ര ചെയ്യുന്ന നമ്മുടെ കൾച്ചറിൽ പെട്ടതല്ലല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇത് വായിച്ചുകൊണ്ട് നമ്മുടെ പെമ്പിള്ളാരെ ഇനി ഗിഫ്റ്റ് കൊടുത്തതിനെ കാണാൻ പോകേണ്ടതുകൊണ്ട് ആ കാര്യം കളഞ്ഞേക്കാം. ഈ അപ്പന്മാർ പോയ കാര്യം മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ ട്രാൻസ്ലേറ്റ് വിചാരിച്ച് കാണും. അത് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തത്. ഇങ്ങനെ എഴുതിയത്. ഞാൻ ഈ പറഞ്ഞതുപോലെ പൊരുൾ തിരിച്ച് പഠിക്കേണ്ടതാണ് നല്ലത്. താങ്ക് യു വെരി മച്ച് സർ. വെൽക്കം. അടുത്ത ചോദ്യം യേശു കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു വാക്യമാണ്. ഞാൻ എന്റെ സഭയെ, യേശു കർത്താവ് എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് യേശു കർത്താവ് പറയുന്നു. ഈ വചനം ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് പറഞ്ഞതാണല്ലോ. ഇതിന്റെ ഒരു വിശദീകരണം പണ്ട് ഗുഡ് ന്യൂസിൽ സാറ് തന്നിരുന്നു. വീണ്ടും ഒരു വിശദീകരണമാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഇതിനെ പറ്റി നല്ല വിശദീകരണം നമ്മൾ മുമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബൈബിൾ ഇൻസൈറ്റിൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇദ്ദേഹത്തിന് നീ പോയി പഴയ ബൈബിൾ ഇൻസൈറ്റ് നോക്കെന്ന് പറഞ്ഞാൽ അത് ഒരു കൈൻഡ് അല്ലാത്ത മറുപടിയല്ലേ. അതിനകത്തൊരു സുഖമില്ലല്ലോ. ഫിലിപ്പിന്റെ കൈസരിയ എന്ന് പറയുന്നത് ഒരു വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. ഇന്ന് ഞാനാണ് ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനാണ് ജൂലിയസ് സീസർ, റോമൻ മിലിറ്ററി ജനറൽ. ഇദ്ദേഹത്തിന്റെ സ്റ്റാച്യു അവിടെ ഉണ്ട് ഫിലിപ്പിന്റെ കൈസരിയിൽ. രണ്ട്, ഈ ഗ്രീക്കോ റോമൻ വേൾഡിൽ പാൻ എന്നൊരു ദൈവമുണ്ട്. PAN, പാൻ. ഈസ് ഗോഡ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ആനിമൽസ് ആണ്. കൂടെ പുള്ളി ഈ ഫോറസ്റ്റിൽ ആനിമൽസിനെ കാണാൻ വരും. അപ്പൊ ഈ ദൈവത്തിന്റെ കാലിൽ വലിയ മൂട്ടം കാല, ആനയൊന്നും ഒന്നുമല്ല തോന്നുന്നു. അത് വെച്ച് ടപ്പോ എന്ന് നിരത്ത് ചവിട്ടുമ്പോഴേക്ക് ഏർത്ത് മുഴുവൻ ഷെയ്ക്കാവും. മൃഗങ്ങളൊക്കെ വിറച്ചോണ്ട് ഓടും. ഈ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ വിറയ്ക്കും. അതിൽ നമുക്ക് പാനിക് എന്ന് വേർഡ് ഇംഗ്ലീഷിലുണ്ട്. പാനിക്, വെറുണ്ടോട്, പാനിക്. ഇപ്പൊ നമുക്ക് പാനിക്കിങ് ആയി. അപ്പം യെസ്, അപ്പൊ ഈ ഗോഡ് പാനിന്റെ പ്രതിമ അവിടെ ഉണ്ട്. സെക്കൻഡ് ഐക്കൺ. മൂന്നാമത്തെ ഐക്കൺ എന്ന് പറയുന്നത് അവിടെ വലിയ ഗുഹയുണ്ടായിരുന്നു. ദി അതർ എൻഡ് ഓഫ് ഇറ്റ് ഈസ് ഹെൽ എന്ന ആൾക്കാർ ചിന്തിച്ചിരുന്നത്. അത് ഇത് ചെന്ന് അവസാനിക്കുന്നത് നരകത്തിലോട്ടാണെന്നാ. അതിന്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ദ ഗേറ്റ് ഓഫ് ഹെൽ ആണ്.
ഈ മൂന്ന് പ്രധാനപ്പെട്ട ഐക്കൺസ് അവിടെ ഉണ്ട്. ഉം. ഒന്ന് ഈ മിത്തോളജിക്കലാണ് ഉം. ഗോർപാനിൻ്റെ. മറ്റേ ഹിസ്റ്റോറിക്കലാണ് ഉം. ജൂലിയസ് സീസറിൻ്റെ. ഉം. ഇനിയും ഈ പാതാള ഗോപുരം എന്ന് പറയുന്നത് ഉം. അതൊരു അന്ധവിശ്വാസം, ഒരു വിശ്വാസമാണ്. ഉം. ഈ മൂന്ന് കാര്യങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലത്ത് കർത്താവ് ശിഷ്യന്മാരുമായിട്ടെത്തി. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, മനുഷ്യപുത്രനെ പറ്റി മനുഷ്യൻ എന്ത് പറയുന്നു? ഉം. അവിടെ നിങ്ങൾ എന്ത് പറയുന്നു? പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നുവെന്ന്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ കാര്യം. ഉം. ഈ കൂട്ടത്തിൽ ഒരു പഠിപ്പും വിവരമില്ലാത്ത ആളി പത്രോസ. ഉം. വിവരമൊന്നുമില്ല, സാധനമില്ല. ഉം. അപ്പോൾ തന്നെ നല്ല വിദ്യാസമ്പന്നരായ യാക്കോബും യോഹന്നാനും പത്രോസും പിന്നെ അത്തിയുടെ കീഴിൽ ഇരുന്ന കക്ഷിയുണ്ടല്ലോ, നിക്കോദേ- അല്ല പിന്നെ ബേത്സയിദക്കാരനായ ആ നഥ- നഥാനിയേൽ. നഥാനിയേൽ. ഇങ്ങനെ തിരുവഴുത്തുകൾ നല്ലതുപോലെ പഠിച്ച ആൾ കർത്താവിൻ്റെ കൂടെ ഉണ്ട്. ഉം. ഇവൻ പോരുമാരിങ്ങനെ ബ്ലിങ്കിക്കൊണ്ട് നിൽക്കുക, ഉം. ഒരു പിടിയും കിട്ടുന്നില്ല. Peter was the least ഉം. in matter of education അതെ. and biblical knowledge. Compared with all the other disciples, he was the least. ഉം. Even himself came with a fantastic answer, yes, you are. Yes. അവൻ പത്രോസിന് വരെ ആ കാര്യം ഗ്രഹിക്കത്തക്ക രീതിയിൽ ഉം. കർത്താവ് താൻ അത് പറയാതെ എൻ്റെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു. ഉം. ഉം. കർത്താവിൻ്റെ വലിയ പ്രത്യേകത, ഇങ്ങനെ ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. ഉം. കർത്താവ് പരീക്ഷന്മാരോട് ചോദിച്ചു, ഉം. യു ലുക്ക് അറ്റ് വാട്ട് ഐ ഹാവ് ബീൻ ഡൂയിങ്. ഉം. ഞാൻ എന്ത് ചെയ്തു? പ്രവൃത്തി കാരണമോ നിങ്ങൾ എന്നെ കല്ലെറിയെന്ന് ചോദിച്ചു. ഉം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഏതാ ദോഷമുള്ള? ഉം. നിങ്ങൾ എന്നെ കല്ലെറിയത്താ കൊണ്ട് പറയണം അല്ലേ? അപ്പോൾ താൻ ആരാണ്? തൻ്റെ പ്രവൃത്തി കൊണ്ട് ലോകം തന്നെ തിരിച്ചറിയണം. ഇതാ കർത്താവിൻ്റെ ആഗ്രഹം. ഉം. അപ്പോൾ തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് തൻ്റെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു താൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. ആ പോയിന്റിൽ എത്തുന്നതിന് കർത്താവിന് 3 വർഷം വേണ്ടി വന്നു. 3 years Jesus never told them that he is Mashiach, the Son of God. ദൈവത്തിനായ മഷിയ താനാണെന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞതിന് 3 വർഷം വെളിപ്പെടുത്തിയില്ല. ഇല്ല. പക്ഷെ 3 വർഷത്തിന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും തെളിയിക്കുക. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ താൻ ചെയ്തു. മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. താൻ ചെയ്തു. ഈ പ്രകൃതികളുടെ അധികാരം ഒരു വാക്കുകൊണ്ട് കാറ്റിനെയും കടലിനെയും നിർത്തി അവിടെ നിൽക്കാൻ പറഞ്ഞു. ഇല്ലേ? ദൈവത്തിന് മാത്രമേ എഴുതുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ അതിൻ്റെ ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, ഘടന തന്നെ മാറ്റിക്കളയുക. ഫണ്ടമെന്റലി അതിനെ മറ്റൊന്നാക്കി മാറ്റുക. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 5 അപ്പത്തിനെ വർദ്ധിപ്പിക്കുക 5000 പേർക്ക് വേണ്ടി. ഇതൊക്കെ ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അതിൻ്റെ ഒരു സീരീസ് ചെയ്തുകൊണ്ട്, ഇനിയും വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കി ദൈവം അല്ലേ?
ഉം. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഗോഡ് ഗേവ് എ 10 കമാൻഡ്മെന്റ്സ്. ഉണ്ടാകട്ടെ 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 എന്ന് 10 പ്രാവശ്യം പറഞ്ഞു. ഉം. അത് ആദ്യത്തെ 10 കമാൻഡ്മെന്റ്സ്. ഉം. ആ 10 കമാൻഡ്മെന്റ്സിലെ സകലതും ഉളവായത് ഉം. ഇതേ ദൈവം തൻ്റെ വചനം അയച്ച് സൗഖ്യമാക്കി. ഉം. ഉം. അല്ലേ? രാജഭൃത്യനോട് പറഞ്ഞു, നീ പൊക്കോളം പറഞ്ഞു. നിന്റെ മോന് സൗഖ്യമായി, നീ പൊക്കോളം പറഞ്ഞു. ഉം. സൗഖ്യം അയക്കുന്നു, വചനം അയക്കുക. ഉം. വചനം അയച്ച് സൗഖ്യമാക്കുന്നു. ഉം. ഇതെല്ലാം 3 വർഷം കൊണ്ട് ക്രമമായി കാണിച്ചു കൊടുത്തു. ഉം. അപ്പോൾ ഇതെല്ലാം കണ്ട് ശിഷ്യന്മാർ പഠിച്ചു ഇത് മശിഹയാണെന്ന്. ഉം. അതിനുശേഷമാണ് ഉം. താൻ മശിഹയാണെന്നും താൻ ക്രൂശിക്കപ്പെടുമെന്നും ഉം. താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഉം. താൻ തൻ്റെ സഭയെ പണിയാൻ വന്നതാണെന്നും പറയുന്നത്. ഇവിടെ കാതലായ ഉം. ഒരു വിഷയം പഠിപ്പിക്കാനുണ്ട്. വളരെ കാതൽ. ഇറ്റ്സ് വെരി 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 സീരിയസ്. ഉം. കർത്താവിന് വരാം, ഞാൻ ലോകരക്ഷിതാവാണ്, ഞാൻ സകല പാപികളെയും രക്ഷിക്കാൻ വന്നതാണ്. ശരിയാണോ? അന്നു ഉം. ശരിയാണ്. ഉം. അങ്ങനെ പറഞ്ഞില്ല. ഞാൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനാണ്. ഉം. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ ചെയ്ത് നിങ്ങളെ ദൈവത്തിൽ ചേർക്കാൻ വന്ന ആളാണ്. ഉം. അങ്ങനെ പറഞ്ഞാൽ ശരിയാ. ഉം. പക്ഷെ അങ്ങനെയും പറഞ്ഞില്ല. അങ്ങനെയും പറഞ്ഞില്ല. പറഞ്ഞില്ല. ഇല്ല. ഉം. ഇങ്ങനെ തൻ്റെ ഒരു ഗ്രേറ്റ്നെസ്സും ഉം. താൻ അവിടെ പറയാതെ ഉം. he gives them an entirely different idea of his mission. ഉം. തൻ്റെ മിഷൻ എന്താണെന്ന് അവിടെ പറയാം. ഉം. What is his mission? I came to build my church. ഓക്കെ. എന്റെ I സഭയെ came to establish a church. ഉം. ഞാൻ എൻ്റെ സഭയെ പണിയും വന്നതാ. ഉം. റൈറ്റ്? ഇവിടെയാണ് സഭ എന്ന കൺസെപ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഉം. ഒരുപാട് ആളുകൾ പറയും, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഞാനും എൻ്റെ ഭാര്യയും കൂടെ മുറിക്കാത്തതുകൊണ്ട് ഒരു പായം കൊട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന എന്തവാ സ്വർഗം ഇറങ്ങി വരും. ഉം. എന്നുവെച്ചാൽ ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ഒരു ദൈവത്തെ ആരാധിച്ചോളാം. ഉം. നിന്റെ ഒന്നും പള്ളിയിലോട്ട് ഞാൻ വരുന്നില്ല. ആ. എല്ലാ പള്ളിയിലും അടി പിടി പൊളിറ്റിക്സ് ഉന്തത്തള്ള പൈസ മോഷണം, പിന്നെന്താ അതിന് വരുന്നത്, അധികാര മോഹം എന്ന് വേണ്ട പ്രശ്നമാണ്. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എന്നോടൊരാൾ പറഞ്ഞു, സാറേ ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുക, സ്ഥലം പേരും പറയുന്നില്ല, ഞങ്ങൾക്ക് ആരാധിക്കാൻ പോകൊള്ളാന്ന് ഒറ്റ പള്ളി ഉണ്ടെങ്കിൽ സാറ് പറയാം, ഞങ്ങളവിടെ പോകും. ഇല്ലാത്തതുകൊണ്ട് ഞാനും ഭാര്യയും മുറിക്കകത്ത് ഇത് ഞങ്ങൾ സ്വയം ആരാധിക്കുക. അത് ഈ പള്ളി ഒന്നും ശരിയില്ല. പള്ളി വേണ്ട, ആരെ മതി? കർത്താവിനെ മതി. മാത്രം മതി. യേശുക്രിസ്തുവിൽ കൂടെ ഡയറക്റ്റ് കണക്ഷനാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്. ഉം. അതിന് പള്ളി കാരണമല്ല. ഉം. പള്ളി കാരണമാകാം, രണ്ടുമാകാം. സുവിശേഷമാണ് അതിൽ രക്ഷിക്കപ്പെടാൻ കാരണം. ഉം. അത് വായനയിലാകാം, പ്രസംഗം കേട്ടതിലാകാം, ഒരാൾ സംസാരിക്കുന്നതിലാകാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നതിലാകാം, അല്ലെങ്കിൽ ഒന്നുമല്ല, ഉം. എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പോയി, അങ്ങനത്തെ അനുഭവം ഉണ്ടായി, ദൈവത്തെ അറിഞ്ഞു. That is the first or starting point. ഉം. ഇനി സെക്കൻഡ്, ഇമ്മീഡിയറ്റ് സെക്കൻഡ് എന്ന് പറയുന്നത്, he has to go to a church, a local church. ഉം. He has to go to a local church. എന്തിന്?
ഈ ലോക്കൽ ചർച്ച് ആളുകളെ ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനപ്പെടുത്തുന്നത്. ഉം, ഉം, ഒരു പാസ്റ്റർ അല്ല, പല പാസ്റ്റർ വിചാരിക്കുന്നത് ഞാൻ സ്നാനപ്പെടുത്തുന്നത് അല്ല. ഉം, ചേർച്ച സ്നാനപ്പെടുത്തുന്നത്, ആ ശുശ്രൂഷ നടന്ന ചർച്ചാണ്, ഉം, പാസ്റ്റർ അല്ല. ഇപ്പൊ പലരും അയ്യോ ആരും അറിയരുത്, വലിയ പ്രശ്നമാകുമ്പം ഒതുക്കത്തിൽ കൊണ്ടുപോയി പമ്മി എവിടെയെങ്കിലും കൊണ്ടുപോയി വല്ല കാട്ടിലോ മരത്തിലോ ഇതിനകത്തല്ലോ കൊണ്ട് സ്നാനപ്പെടുത്തും. ഓക്കെ, ഞാൻ അതിനെപ്പറ്റി കമൻ്റ് ഒന്നും പറയുന്നില്ല. ഉം, സഭയാണ് സ്നാനപ്പെടുത്തേണ്ടത്. ഉം, സഭയിലാണ് കൂട്ടായ്മയുള്ളത്, ഉം. ഫെലോഷിപ്പുള്ളത്. സഭയിലാണ് അപ്പോസ്തലന്മാർ ഉപദേശമുള്ളത്. കൂട്ടായ്മ. സഭയിലാണ് വിശുദ്ധ തിരുവത്താഴ് ശുശ്രൂഷ ഉള്ളത്. Yes, സഭയിലാണ് ലീഡർഷിപ്പ് ഉള്ളത്. yes. ആ ലീഡർഷിപ്പിന് നീ കീഴടങ്ങിയിരുന്നേ ഒക്കത്തുള്ളൂ. കീഴടങ്ങിയിരിക്കണം. ഉം, ഒരു ലീഡർഷിപ്പിന് കീഴടങ്ങാൻ വയ്യാത്തതുകൊണ്ട് സഭയ്ക്കാണ് നീ സ്തോത്രാഴ്ച ദശാംശം കൊടുക്കുന്നത്, സഭയിലാണ്. അത് കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരാൾക്ക് നഷ്ടമാകുന്നു. ഉം, അയാൾ ക്രിസ്തുവിനെ അറിഞ്ഞു, പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും അയാളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നു, ഉം, രോഗസൗഖ്യം വരുത്തി കൊടുക്കുന്നു, കുഞ്ഞുങ്ങളുടെ കല്യാണം മുടങ്ങുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മയോ കാര്യങ്ങളോ മുടങ്ങാതെ ദൈവം പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി കൊടുക്കും. നീ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം നിനക്ക് തരുന്നു. ഉം. എൻ്റെ റീസൺ, ദൈവം കരുണയുള്ള ദൈവമാണ്. സകല സൃഷ്ടികളോടും ദൈവത്തിന് കരുണയുണ്ട്. But what does God expect back from you? ഉം. The second institution that God started on earth. ദൈവം 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഭൂമിയിൽ തുടങ്ങിയിട്ടുള്ളൂ. ഒന്നാമത്തെ ദ ഹോളി മാരേജ് ആണ്. ഉം, രണ്ടാമത്തത് ദ ഹോളി സഹായം. ചേർച്ച്. ഈ ചേർച്ചിനെ അവോയ്ഡ് ചെയ്യുക. ഉം, Avoid the church and you become so എന്തുവാ pious, വലിയ ഭക്തനാകും. ഉം, so pious. ഉം, ഇപ്പം ഞങ്ങളുടെ ലോക്കൽ ചേർച്ചിലാണ് എൻ്റെ ഉം, ഗവൺമെൻറ് സർവീസ് നോക്കി റിട്ടയർ ആയ കുറച്ച് ആൾക്കാരുണ്ട്. ഉം, അവർ റിട്ടയർമെൻറ്റിന് ശേഷം നേരെ വന്ന് ചേർച്ചിൽ ഓരോ സ്ട്രോങ് റോൾ അങ്ങ് എടുക്കുക. ഉം. അപ്പം ജോലി ഉണ്ടായിരുന്ന കാലത്ത് രാവിലെ പൊതിയും കിട്ടി പോകുമല്ലോ, ആ, ഇതുപോലെ രാവിലെ റെഡിയായിട്ട് ഇറങ്ങുക ഉം, ചേർച്ചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉം, ഫുൾ ടൈം നിൽക്കുകയാണ്. ഉം, കാരണം ഒരു ചേർച്ച് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി ഉം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഉം, ദൈവത്തിന് എത്രയും പ്ലീസിങ് ആണോ ഉം, അത്രയും പ്ലീസിങ് അല്ല നമ്മൾ ഇൻഡിവിജ്വലെ കാണിക്കുന്ന ഒരു കസർത്തും. ഉം. ആ പള്ളി പൊളിറ്റിക്സാ, അവിടെ ചെന്ന് എന്നെ സെക്രട്ടറി ആക്കത്തില്ല, എനിക്ക് സാധനമൊന്നും കിട്ടത്തില്ല, ഞാൻ മൂലം ഇരുത്തും ഉം, എന്ന് പറഞ്ഞ് ചേർച്ചസിനെ അവോയ്ഡ് ചെയ്യുക. ഉം, അല്ലെ അപ്പുറത്ത് നമ്മൾ പുതിയ ചെറിയൊരു കൂട്ടായ്മ അങ്ങ് തുടങ്ങുക. ഉം, ചെറിയ കൂട്ടായ്മ. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ എന്നെ ചർച്ച ചെയ്താൽ ഞാനിപ്പോൾ അവിടെ പോകുന്നില്ല. ഞാൻ ചോദിച്ചാൽ അവിടുന്ന് നമ്മൾ വളരാൻ അവർ സമ്മതിക്കത്തില്ല. ഉം. എന്താ നമ്മൾ അങ്ങോട്ട് ചെന്നോണ്ട് നമ്മളെ പ്രസംഗിക്കണമെന്ന്. അപ്പോൾ ചേർച്ച് വിശ്വാസികൾ ആവശ്യപ്പെടുന്ന കീഴടങ്ങിയിരിക്കാനാ. അതെ. അവിടെ ലീഡർഷിപ്പിന് കീഴടങ്ങിയിരിക്കണം, ഉം, ശുശ്രൂഷകൾ കീഴടങ്ങിയിരിക്കണം, ഉം, അധികാരങ്ങൾ കീഴടങ്ങിയിരിക്കണം. ഉം. നിന്നെ ഡിസിപ്ലിൻ ചെയ്ത് ദൈവഹിത പ്രകാരമാക്കി തീർക്കുക ചേർച്ച്. ഉം. ഡിസിപ്ലിൻഡ് ആകണ്ടെങ്കിൽ അപ്പനെ ചർച്ചാണ്, അതെ, അതെ, അതെ. അപ്പനെ മിനിസ്ട്രിയാണ്. ഉം, ഉം, അപ്പം ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ ഒരുപാട് ആളുകൾ രക്ഷിക്കുമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞു. ഉം,
എന്റെ എന്നോട് സമയം പറയുന്ന എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കാം, അവനാണ് ഞാൻ വന്നതെന്നല്ല പറഞ്ഞത്. ശരിയാ, എൻ്റെ രക്തം കൊണ്ട് സകല മനുഷ്യരെയും വിലയ്ക്ക് വാങ്ങാനാണ് ഞാൻ വന്നത്, അങ്ങനെ പറഞ്ഞില്ല. അങ്ങനാണ് അല്ലേ? സകലരെയും ശുദ്ധീകരിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞില്ല. അങ്ങനാണ്. ഓൾ ദീസ് തിങ്സ് ആർ റൈറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒന്നും പറയാതെ ഏറ്റവും തൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം തൻ്റെ സഭയാണ് എന്ന കാര്യം പറഞ്ഞു. That means the most important thing that one can do in one's spiritual life is to become integrated to the activities of the church. ഒരു സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആകുക. അതാണ് ദൈവത്തിന് ഏറ്റവും പ്ലീസിങ്. That is my expanded answer now. Okay. That's a very clear answer, sir. That's a very clear answer. അടുത്ത ചോദ്യം. ഇയ്യോബിന്റെ പുസ്തകം 41 അധ്യായം 1 മഹാനക്രത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. മഹാനക്ര തൂണ്ടിലിട്ട് പിടിക്കാമോ എന്നാണ് പറയുന്നത്. അതുപോലെ സങ്കീർത്തനം 19 സങ്കീർത്തനം 2 പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു എന്ന് കാണുന്നു. ഈ 2 വാക്യങ്ങളുടെ അർത്ഥം ഒന്ന് പറയാമോ എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിലൊരു ബന്ധമുള്ളതല്ല. വാസ്തവത്തിൽ ഇത് രണ്ടും 2 ചോദ്യങ്ങളാണ്. തമ്മിൽ ബന്ധമില്ല എന്ന് പറയാൻ കാരണം, മഹാനക്രം ലിവ്യാഥാനാണ്. ലിവ്യാഥാനം എന്ന് പറയുന്ന ജീവി നമ്മുടെ ഇപ്പോഴത്തെ കടലിലുള്ളതല്ല. പ്രിയാഡമിക് വേൾഡിൽ ഉണ്ടായിരുന്ന ഒരു ജീവിയാണത്. ഒരു ഭീകരജീവിയാ. അതിനെയാണ് നീ ലിവ്യാഥാന്റെ തലകളെ തകർത്തു എന്ന് പറഞ്ഞത്. ആ പ്രീ ആഡമിക് വേൾഡിലെ ടെറിബിൾ ക്രീച്ചറാണ്. അതിനെ ചൂണ്ടിട്ട് പിടിക്കാൻ നോക്കത്തില്ല. നമുക്കിപ്പം കടലിലുള്ള നമ്മുടെ ബ്ലൂ വെയിൽ എന്ന് പറയുന്നതിനെ, നീലത്തിമിംഗലം, ഹാർപൂൺ എന്ന് പറയുന്ന ഒരു ചൂണ്ടയുണ്ട്. അത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ മേത്ത് കൊള്ളിക്കുകയാണ്. കൊള്ളിച്ചിട്ട് വലിച്ചു പിടിക്കുക. ഈ പിന്നെ ഷാർക്ക് ഹണ്ടിങ് നടക്കുന്നത് ഇപ്പം ഇതുണ്ടോ, ഇതിൻ്റെ ഹണ്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പോയതായിരുന്നു. ഹോളിഡേയ്സ് പോയപ്പം അവരെന്നോട് വന്നിട്ട് കാര്യം പറഞ്ഞു. അവർ ഈ തിമിംഗലത്തെ കണ്ടെന്ന് പറഞ്ഞു. വാല് കാണത്തുള്ളെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം തിമിംഗലം വേട്ട ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ദിവ്യാധാൻ എന്ന് പറയുന്ന സാധനം വേട്ട ചെയ്യപ്പെടുന്നതല്ല, ഇല്ലല്ലോ. ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യാൻ ഉണ്ടായിരുന്നു, അല്ലെ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ദൈവത്തിന് മാത്രമേ ഉള്ളായിരുന്നു. Nobody else could do it. മറിച്ച് 19 സങ്കീർത്തനത്തിൽ പകൽ പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല എന്ന് പറയുന്നിടത്ത് ഒന്ന് ഒരു ഹീബ്രു പോയറ്റിക് സെൻസ് ഉണ്ട്. നല്ലൊരു ഹീബ്രു പോയമാണത്. ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ച എൻ്റെ വായനക്കാർക്ക് ഒന്നും മനസ്സിലാകാത്ത കേൾക്കരുത്, അതുകൊണ്ട് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കാത്ത. രണ്ടാമത്തെ കാര്യം, ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഒരു റെക്കോർഡിംഗ് സിസ്റ്റം ഈ ഭൂമിക്കുണ്ട്, ഈ ആകാശത്തിനുണ്ട്. എവറിത്തിങ് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡിംഗ് സിസ്റ്റം നമുക്കറിയത്തില്ല. ഒരു ദിവസം നടന്ന കാര്യം എന്താണെന്ന് ആ ദിവസം അടുത്ത ദിവസത്തിന് ആ മെസ്സേജ് കൊടുക്കുന്നു. ഇത് എങ്ങനെ കൊടുക്കുന്നത്, എങ്ങനെ കൈമാറപ്പെടും നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ അറിയുന്ന ഒരു ദിവസമുണ്ട്. 50 സങ്കീർത്തനം
തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് ഇനി യഹോവയായ മുകളിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കും. ഉം. ഇതിന് ഗിവ് മീ ദ ഡേറ്റ ഓർ ഇൻഫർമേഷൻ. എടാ, ഭൂമിയിൽ കുറച്ചിരുന്നില്ല നീ കൂടുതലാലോചന നടത്തിയത്, ഇന്നാലെ കൊല്ലണം, നിന്നെ കാണിക്കണം. ആ ഗൂഢാലോചന നീ ചെയ്യുന്നതിൻ്റെ പ്രൂഫ് റെക്കോർഡ്, പ്രൂഫ് ഭൂമി ദൈവത്തിന് കൊടുക്കും. കൊടുക്കുക. ലോകത്തിൽ ഒരു മനുഷ്യനും അറിയാതെ ഉം. നീ മുറി അടച്ച് ചെയ്യുന്ന സകല രഹസ്യങ്ങളും ഉം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കയ്യിലുണ്ട്. One day is passing the record to the next day. ഉം. It is passing to the next day. It is passing to the next day. അങ്ങനെ recording and transmitting system. Recording and transmitting of information. Recording information and transmitting information. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം വെച്ചിട്ടുണ്ട്. ഉം. ഈ ഭൂമി ആകാശത്തെ മറച്ച് ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഓക്കെ, ഓക്കെ, ഓക്കെ. അല്ലേ? ഈ ഭൂമി ആകാശവും വന്ന് ഒരു ദിവസം സാക്ഷി പറയും അതെ. ദൈവസന്നിധി. അതാണ് അവിടുത്തെ അർത്ഥം, 19 സങ്കീർത്തനം 2-ാം അധ്യായത്തിലെ അർത്ഥം. ഓക്കെ, ഓക്കെ. ഇന്നത്തെ CCTV പോലെയാണ്. നമ്മുടെ CCTV പോലെ. ഓക്കെ. Correct. Yes. അപ്പൊ നമ്മൾ എത്ര വിശുദ്ധിയോടെയും ഭക്തിയോടെയും ജീവിക്കണം എന്നുള്ളതിന്റെ ഒരു എന്നല്ലുണ്ട് ഏറ്റവും വലിയ ആഹ്വാനമാണത്. യെസ്, യെസ്, ആരെയൊക്കെ മറച്ചാലും യാ, ഭൂമി നത്തിങ്. അതിന് സാക്ഷി കൊടുക്കും, ആകാശം തെളിവ് കൊടുക്കും. ബി കെയർഫുൾ. ഓക്കെ, ഓക്കെ. വെരി ക്ലിയർ സർ, താങ്ക് യു വെരി മച്ച്. ഉം. അടുത്ത ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഉം. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഉം. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് ഉം. അവനോട് ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഉം. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഉം. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ യവനന്മാർ പ്രോസലിറ്റ്സ് ആണോ? അവർ യേശുവിനെ കണ്ടോ? കണ്ടതായി അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. ഓക്കെ. ചോദ്യം ഒന്ന്, യഹൂദന്മാർ അവിടെ വന്ന യവന്മാർ പ്രോസലൈറ്റ്സ് അല്ല. പ്രോസലൈറ്റ്സ് ആണെങ്കിൽ they behave as Jews. ഓക്കെ, യഹൂദ മതാനുസാരികൾ. അവർ യഹൂദന്മാരായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. വൺ തിങ്. അപ്പോൾ അവരൊരു ഞാൻ കാണാൻ ആഗ്രഹമുണ്ട് എങ്ങനെയാ എന്ന് പറഞ്ഞ് വരുന്നില്ല. അപ്പോൾ അവർ പ്രോസലൈറ്റ്സ് അല്ല. രണ്ടാമത്തെ കാര്യം, why did they come? അവർ വരാനുള്ള കാരണം, അവർ കർത്താവിനെ പിടിച്ച് അവരുടെ അടുത്ത് കൊണ്ടുപോയി രാജാവാക്കണം. അവരുടെ രാജാവാക്കാനാ. അതിന് കർത്താവിനെ രാജാവാക്കുന്നത് കാരണം അവരുടെ രാജാക്കന്മാർ രണ്ട് കാര്യങ്ങളിൽ വിദഗ്ധന്മാരായിരുന്നു. ഒന്ന്, they were mighty men. ഫോർ എക്സാമ്പിൾ, 33-ാമത്തെ വയസ്സിൽ ഒരു ടെന്റിനകത്തിരുന്ന് ഒരു ചെറുക്കൻ കരയാ. ദ ഏജ് ഓഫ് 33. അലക്സാണ്ടർ എന്നാ പേര്. ഗ്രീസിലെ മാസിഡോണിയയിൽ തിരിച്ച് അത് വെസ്റ്റേൺ വേൾഡിന്റെ എൻഡ്, ഈസ്റ്റേൺ വേൾഡിന്റെ എൻഡ് ഇന്ത്യ വരെ വന്നു. നോൺ വേൾഡ് മുഴുവൻ കീഴടക്കി. ഇനി തനിക്ക് ഈ യുദ്ധം ചെയ്ത് കീഴടക്കാണ്ട് ഒരു രാജ്യം കൂടെ ബാക്കിയില്ലല്ലോ എന്ന് ഓർത്ത് 33-ാമത്തെ വയസ്സിൽ ഈ ചെറുക്കൻ കരയാണ്. ഷോ മീ വൺ മോർ ലാൻഡ് ദാറ്റ് ഐ ക്യാൻ ഫൈറ്റ് ആൻഡ് കോൺകർ. അങ്ങനത്തെ മൈറ്റി വാറിയേഴ്സ് അതിന് മുമ്പ് വേറെ ഉണ്ടായിട്ടില്ല. രണ്ട്, ഫിലോസഫി ഉണ്ടായത് അവിടെ. അത്രയും മൈറ്റി ഫിലോസഫേഴ്സ് ലോകത്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഒരു രാജ്യത്തും അങ്ങനത്തെ ഫിലോസഫേഴ്സ് ഉണ്ടായിട്ടില്ല. ഗ്രീക്കിലെ പോലെ. പിന്നുണ്ടായെങ്കിൽ സർട്ടൻലി ഇന്ത്യയിലാണ്. ഇന്ത്യൻ ഫിലോസഫി ഇസ് സോ സ്ട്രോങ്. മിത്തോളജി ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട്.
പക്ഷെ അത് ഒരിക്കലും ഒരു വേൾഡ് റേഞ്ചിലേക്ക് വന്നിട്ടില്ല. accept ആയിട്ട്. ഇല്ല, വേൾഡ് വൈഡ് അല്ല ഫിലോസഫി. അപ്പം ഇവർക്ക് ഒന്നാമത്തെ കാര്യം, യേശുവിനെ പോലും രാജാവിനെ കിട്ടിയാൽ പിന്നെ യുദ്ധമൊന്നും പേടിക്കണ്ട. കാര്യം വെച്ചാൽ കാറ്റിനെയും കടലിനെയും എന്ന് പറഞ്ഞ് അവിടെ നിർത്തും. നിർത്തി. പ്രോബ്ലം ഇല്ല. ഇനിയും പ്രകൃതി ശക്തി എല്ലാം കീഴാ. ഇനിയും 5 യാവത്തപ്പം കൊണ്ട് കൊടുത്തേച്ചാൽ മതി, ആൾക്കുള്ള ഭക്ഷണമായി. അതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്ത മാസം കൊടുത്തേച്ചാൽ മതി, ഒരു ശകലം മാവ് കൊണ്ട് കൊടുത്തേച്ചാൽ മതി. ഭക്ഷണക്കാര്യവും പരിഹരിക്കപ്പെട്ടു. അപ്പോൾ യുദ്ധങ്ങളില്ല, ഭക്ഷണക്കാര്യം പരിഹരിക്കും. പിന്നെ നമുക്ക് ഫുൾ ടൈം ഇരുന്ന് ഫിലോസഫി അടിക്കാം. കർത്താവിൻ്റെ ഫിലോസഫി അത് ഭയങ്കര ഫിലോസഫി. നിന്നെയൊക്കെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ അതിനൊക്കെ വലിയൊരു ഫിലോസഫി ലോകത്തില്ല. നമ്മൾ ഫിലോസഫി പഠിച്ച് അറ്റം പോകാതിരിക്കട്ടെ. ഞാൻ പറയാറുണ്ട്, എൻ്റെ സബ്ജക്റ്റ് ലിറ്ററേച്ചറാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണമായിരുന്നു. പഠിപ്പിക്കാൻ തന്നെ വായിക്കണം, പിന്നെ ഇൻട്രസ്റ്റ് കൊണ്ട് വായിക്കുന്നത്. ഈ ലോക സാഹിത്യത്തിലെ നൊബേൽ പ്രൈസ് കിട്ടിയ മുഴുവൻ പുസ്തകങ്ങളുണ്ടെന്ന് ഒരു ത്രാസിൻ്റെ ഒരു തട്ടിലിട്ടിട്ട്, കർത്താവിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്, നല്ല ശമരിയക്കാരൻ്റെ. അത് ത്രാസിൻ്റെ മറ്റേ തട്ടിലിട്ടാൽ ആ തട്ട് താണു നിൽക്കും. ലോകസാഹിത്യത്തിലെ പുസ്തകം മുഴുവൻ കടന്നു പോകും. കാര്യം അതിൻ്റെ കണ്ടന്റ്, ഫിലോസോഫിക്കൽ കണ്ടന്റ് എന്ന് പറയുന്നത് അത്ര വലുതാണ്. അപ്പൊ ഇങ്ങനൊരാളിനെ നമുക്ക് രാജാവായിട്ട് കിട്ടിയ പിന്നെ എന്തോ വേണം. ഇനി അടുത്തത് മനുഷ്യപുത്രൻ ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് ചാകാൻ വന്നതാണ്. തേജസ്കരിക്കപ്പെടാനുള്ള സമയമായി. ഇനി എൻ്റെ ലക്ഷ്യം എൻ്റെ തേജസ്കരണമാണ്, ഇത്തരം കാര്യങ്ങളല്ല. മുമ്പ് രാജാവാക്കാൻ ഇവർ ശ്രമിച്ചപ്പോൾ കർത്താവ് അവരുടെ അടുത്ത് ഓടിപ്പോ പറഞ്ഞു. പിന്നെ നമുക്ക് കോണ്ടക്സ്റ്റിലേക്ക് വരാം. ഇത് യവനന്മാരവിടെ ഇല്ലായിരുന്നു എന്ന് ഇത് പറയുമ്പോൾ യവനന്മാരവിടെ ഇല്ലായിരുന്നു എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. യവനന്മാരവിടെ ഉണ്ടായിരുന്നുവെന്നും എഴുതിയിട്ടില്ല അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സിറ്റുവേഷണൽ അനാലിസിസ് കൊണ്ട് തെളിയിക്കേണ്ടതാണ്. സിറ്റുവേഷൻ, വാട്ട് ഈസ് സിറ്റുവേഷൻ ലൈക്ക്? ആ സിറ്റുവേഷൻ അനാലിസിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ the Greeks must be there. Okay. The Greeks must be there because Jesus must be telling that to them. ഈ അന്ത്രയോസിനോടും ഫിലിപ്പോസിനോടും മാത്രമായിട്ട് പറഞ്ഞത് നമ്മൾ എടുക്കണ്ട. കാരണം അവരിവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇൻഫർമേഷൻ. എങ്കിൽ അവരോട് ഇല്ലായിരുന്നു പറയണം. യോഹന്നാനാണ് എപ്പോഴും വളരെ ഒരു സെക്രട്ടറി നോട്ട്സ് എഴുതിയെടുക്കുമ്പോഴാണ്. ഒരാൾ പറയുന്നത് മുഴുവൻ സെക്രട്ടറി മെയിൻ പോയിന്റ് മാത്രമേ തട്ടി പോകത്തുള്ളൂ. ഇതുപോലെ നല്ല ഒരു സെക്രട്ടറിയാണ് യോഹന്നാൻ. റൈറ്റിങ്സിലെല്ലാം നമുക്കത് കാണാം. ഒരുപാട് കാര്യങ്ങൾ തൊടുകുറിയായിട്ട് പറഞ്ഞ് അങ്ങ് പോകും. നമ്മൾ ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെയായിരുന്നു മനസ്സിലാക്കണം. യോഹന്നാന്റെ രീതി. Yes, Mom. That's Thank you very much for all the answers, which was very, very clear. Yeah. Thank you once again. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് കരുതുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. അതിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട സർ അതിന്റെ ഉത്തരം നൽകുന്നതായിരിക്കും. May God bless you. Thank you once again. Thank you all. Bye.